മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജയിച്ചു വരിക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ വാക്കുകൾക്കെതിരെ മൂർച്ചയിരുന്ന് വേരണ്ട് പോയില്ലേ ആ ബാഹിലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഗർജിക്കുന്ന സിംഹമെന്ന് നാളെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടും. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല. പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ അത്യാവശ്യകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരനോ മൂന്നാം സ്ഥാനക്കാരനോ പോലും ആ സ്ഥാനങ്ങൾ നൽകാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കണം. ഈ നാട്ടുകാരോട് ആജ്ഞാപിക്കുകയാണ്. ഇയാൾ ആജ്ഞാപിച്ചാലുടനനുസരിക്കാൻ നാട്ടുകാർ തന്റെ കൂലിക്കാർ. നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്നുണ്ടാക്കിയെന്ന്. അതാണ് അവരുടെ ഒരു വ്യംഗ്യം. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഞങ്ങൾക്കൊരു അവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. മാണ്ടേ അതെന്താണ്? 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യും. അത് മാത്രമേ സാധ്യമാവൂ. ഇന്നുകൊണ്ട് എനിക്ക് അറിയണം ഞാൻ ഒരു വിഡ്ഢിയാണോ. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്നേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒന്ന് മനസ്സിലാക്കിക്കോ, സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ 2 വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേന് അത്സല്യം കൊണ്ട് പറയാണ്. ഇതിന് പരിഹാരം ഇല്ല. ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം. കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെ സംസാരിക്കുന്നവരാണ് അവരെന്ന്? ഒരു മാറ്റമില്ലല്ലോ ഇതിന്. ഇപ്പൊ പെറ്റു വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. മണിക്കൂറിൽ 1 മട്ടിൽ പ്രതികരണങ്ങൾ വരുന്ന സുരേന്ദ്രന്റെ ഫേസ്ബുക്കിൽ പൂച്ച പെറ്റ് കിടപ്പാണ്. 1 2 മല പല കോടികളുടെ കുഴൽപ്പണ ആരോപണം ആഞ്ഞുകത്തുമ്പോൾ എന്തേ കെ സുരേന്ദ്ര മിണ്ടാത്തത്? പൈസ എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്. അവരുടെ പുണ്യപ്രവൃത്തി ചെയ്യാനല്ല. നമ്മൾ ശരിയും തെറ്റും പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം. അപ്പോൾ അനുഭവം പഠിപ്പിക്കട്ടെ. വളരെ നന്ദി. ഞാൻ ചിരിക്കണോ കരയണോ? ഞാൻ പോകുന്നു. ബൈ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ?